Hello മക്കളെ, വെൽക്കം ടു 90 പ്ലസ് ഇന്ത്യസ് ഫസ്റ്റ് അനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. യെസ്, ഹലോ. ഹായ് ഹൃദയ്. ഹായ്, ഹൗ ആർ യു? സുഖാണോ നിനക്ക്? സുഖം. എന്നാലും ഉഷാറാണല്ലോ. സാധാരണ ഇങ്ങനെ മിണ്ടാറില്ലല്ലോ നീ. സാധാരണ ഇങ്ങനെ മിണ്ടാറില്ല, എന്നാലും ഉഷാറാണല്ലോ എന്ന്. അങ്ങനൊന്നുമില്ല. ഓക്കെ ഓക്കെ. യെസ്, എങ്ങനെയുണ്ട് പഠനമൊക്കെ? എന്നിട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ ഇപ്പോ എന്താ എക്സാമുകളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? സീരിയസ് ടെസ്റ്റും അങ്ങനെയൊക്കെ സീരിയസ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഫിസിക്സ് എങ്ങനെയാണ്? എളുപ്പമാണോ? കുഴപ്പമില്ല. ഇന്ന് നമ്മുടെ അവസാന ക്ലാസ് ആണ് കേട്ടോ, റിവിഷന്റെ അവസാന ക്ലാസ് ആണ്. നമുക്ക് ആകെ 2 ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉള്ളൂ. ദെൻ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഇനി എന്ത് ചെയ്യും, മാരത്തൺ ക്ലാസ്സിലാണ് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുള്ളൂ. മാരത്തൺ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനോജ് സാർ ആയിരിക്കും വരാൻ പോകുന്നത്. അഫാനെ ഹായ്. ലാസ്റ്റ് ക്ലാസ്സിൽ എന്നെ കണ്ടില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയായിരുന്നു നീ? നീ ഉണ്ടായില്ല, ലീവായിരുന്നു. ഒരു സൺഡേ ക്ലാസ് നമ്മൾ എടുത്തായിരുന്നു. അതൊട്ട് മുന്നെടുത്തായിരുന്ന റിവിഷൻ ക്ലാസ്സിൽ നീ കയറിയായിരുന്നില്ല, അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ല, ഇന്ന് ലീവായിരുന്നു. കേരള ക്ലാസ്സിൽ കറക്റ്റ് ടൈമിന് 6:13 നന്നായി. നജില, നജിലടാ ഉറങ്ങിയ അവൻ വിളിച്ച വഴി തരാട്ട് പോലെയാണ് അവന്റെ പേര് വിളിക്കുന്നത്. നാജില ഒന്ന് മൈക്കോണ സംസാരിച്ചടാ. സുഖല്ല നിനക്ക്? മൈക്ക് ഓണാക്കിട്ടല്ലേ അതിന് സംസാരിക്കണം. സുഖല്ല നിനക്ക്? ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മൾക്ക് ആകെ 2 ചാപ്റ്റേഴ്സ് മാത്രമേ ഇനി പെൻഡിങ് ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷനും ജനമേറ്റിയിൽ കഴിച്ചു തരാം. ദെൻ നമുക്കൊന്ന് റിവിഷൻ നോക്കാം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചായിരുന്നത്. ഓക്കെ, ചാപ്റ്റർ 1 റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചായിരുന്നത്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ബെൻഡ് ചെയ്തു പോകുന്നു. ഓക്കെ, ലൈറ്റ് വളഞ്ഞു പോകുന്നു. എപ്പോഴാണ് ലൈറ്റ് വളഞ്ഞു പോകുന്നത്? ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ലൈറ്റ് ബെൻഡ് ചെയ്ത് പോവാം അല്ലേ? അതെ, ഇപ്പോ റേ ഓഫ് ലൈറ്റ് വരുന്ന സ്ഥലം നോക്കിക്കേ. ഇവിടെ നിന്നാ വരുന്നത്. ഇവിടെ ടോർച്ച് ഞാൻ കൊണ്ട് അടിച്ചു വിചാരിക്കാം. ഒരു ടോർച്ച് അടിച്ചു വിചാരിക്കാം. ഈ ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റ് എയറിൽ കൂടെയാണ് ആദ്യം വരുന്നതെന്ന് വിചാരിക്കുക. എയറിൽ കൂടെയാണ് ആദ്യം വരുന്നത്. ദെൻ ഇത് വാട്ടറിലോട്ട് കടന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? സ്ട്രെയിറ്റ് ആയിട്ട് വന്നവൻ ഈ ഒരു പോയിന്റിൽ വെച്ച്, ഈ ഒരു പോയിന്റ് എന്താ? ആ സർഫസ് ആണ്. വാട്ടറും എയറും തമ്മിൽ തരംതിരിക്കുന്ന ആ ഒരു സർഫസ് ആണ് അത്. ആ ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്തു? ബെൻഡ് ചെയ്തു. കണ്ടോ? ബെൻഡ് ചെയ്തു. അപ്പൊ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്നതാണ് ആര്? നോർമൽ. സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിരിക്കുന്ന ആ ഒരു ഇമാജിനറി ലൈൻ ആണ് ആര്? നോർമൽ എന്ന് പറയുന്നത്. ദെൻ ഇൻസിഡന്റ് റേയും, ഈ വരുന്നവൻ ആരാണ്? ഇൻസിഡന്റ് റേ ആണ്. ഈ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദെൻ റിഫ്രാക്ഷന് ശേഷം എന്ത് സംഭവിക്കുന്നുണ്ട്? അത് നോർമലിലൂടെ അടുക്കുന്നുണ്ട്. നോർമലിലോട്ട് അടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എന്താ? നോർമലും റിഫ്രാക്റ്റഡ് റേയും. ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്. റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കും. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കും. ഇതാണ് ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് പറഞ്ഞത്? വെൻ ലൈറ്റ് travels through a single medium, the path of light will be straight line. 2 മീഡിയം ഉള്ള സ്ഥലത്ത് മാത്രമാണ് റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. ഒരൊറ്റ മീഡിയത്തിലൂടെയാണ് ലൈറ്റ് സഞ്ചരിച്ച് പോകുന്നത്. ഇപ്പൊ എയറിലോട്ട് മാത്രമാണ് ലൈറ്റ് സഞ്ചരിച്ച് പോകുന്നത്. വെള്ളത്തിലൂടെ മാത്രമാണ് ലൈറ്റ് സഞ്ചരിച്ച് പോകുന്നത്. ലൈറ്റിന് ബെൻഡിങ് സംഭവിക്കില്ല. എപ്പോഴാണ് ലൈറ്റിന് ബെൻഡിങ് സംഭവിക്കുന്നത്? എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് എ ഡീവിയേഷൻ. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ചെരിവ്. അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. എപ്പോഴാണ് ആ മീഡിയങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്? വാട്ടറും എയറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു മീഡിയത്തിൽ വെച്ചാണ്, ആ ഒരു സർഫസിൽ വെച്ചാണ് എന്ത് സംഭവിക്കുന്നത്? when it enters obliquely from one medium to another. obliquely എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു പോകുന്നു. ഓക്കെ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് കടക്കുമ്പോഴാണ് ലൈറ്റ് റേ ചെരിഞ്ഞു പോകുക. then there will be no deviation in the path of ray of light incident normally. എത്ര മീഡിയം ആയിക്കോട്ടെ, 2 മീഡിയത്തിലാണ്, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ടാണ് കടക്കുന്നത്, വിഷയമല്ല. ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് നോർമലി ആണെന്നുണ്ടെങ്കിൽ, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ബെൻഡിങ് സംഭവിക്കില്ല.
ഇതാണ് റിഫ്രാക്ഷനെ പറ്റി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. നോക്കിക്കേ, വാട്ട് ആർ ദ കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ? റിഫ്രാക്ഷൻ ഉണ്ടാകാനുള്ള കണ്ടീഷൻ എന്താണ്? ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം വൺ മീഡിയം ടു അനദർ. ലൈറ്റ് എപ്പോഴും ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ട്രാവൽ ചെയ്തിരിക്കണം. ദെൻ ലൈറ്റ് മസ്റ്റ് എൻ്റർ ഒബ്ലിക്ലി ഫ്രം വൺ മീഡിയം ടു അനദർ. ലൈറ്റ് ചെരിഞ്ഞ് സഞ്ചരിക്കണം, പെർപെൻഡിക്കുലർ ആയിട്ട് വന്നിട്ട് കാര്യമില്ല. ലൈറ്റ് ചെരിഞ്ഞ് സഞ്ചരിച്ചാൽ മാത്രമാണ് ഇതിന് റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻ ആണ്. പഠിച്ചു വെക്കണം. ഓക്കെ, പഠിച്ചു വെക്കണം, നിർബന്ധം. Then അടുത്ത ചോദ്യം എന്താ? The speed of light is dash in different medium. Okay, speed of light is different. അല്ലെ, വെള്ളത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് ആയിരിക്കില്ല എയറിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. Then എയറിലുള്ള ലൈറ്റിന്റെ സ്പീഡ് ആയിരിക്കില്ല ഗ്ലാസ്സിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ. ഗ്ലാസ്സിലുള്ള ലൈറ്റിന്റെ സ്പീഡ് ആയിരിക്കില്ല ഡയമണ്ടിലൂടെ കടന്നു പോകുമ്പോൾ. വ്യത്യസ്തപ്പെട്ടിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. Then what causes the change in the direction of the ray of light? എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റിന്റെ ഡയറക്ഷൻ മാറാൻ കാരണം? കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് വെൻ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് കടക്കുമ്പോൾ ലൈറ്റിന്റെ സ്പീഡിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് ലൈറ്റ് ഇങ്ങനെ വളഞ്ഞ് ചെരിഞ്ഞു പോകുന്നത്, ബെൻഡ് ചെയ്ത് പോകുന്നത്, ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അത് പഠിച്ചു വെക്കാം. ദെൻ നോക്കിക്കേ, ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഈച്ച് മീഡിയം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഓരോ മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് എൻ എന്ന് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സി ബൈ വി. എന്താണ് ഈ സി എന്ന് പറഞ്ഞാൽ? സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ വാക്വം. ഓക്കെ, വാക്വത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. ദെൻ വി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം, ഒരു മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡ്. ഓക്കെ, അപ്പോൾ എയറിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എയറിന്റെ വാക്വത്തിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു 3 × 10⁸ ഡിവൈഡഡ് ബൈ 3 × 10⁸. ഒരു മീഡിയത്തിലുള്ളത്. ഓക്കെ, നമുക്കറിയാം വാക്വത്തിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. എയറിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ 3 × 10⁸ ആണ്. അപ്പൊ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണ്. വാട്ടർ ആയിക്കോട്ടെ, ഇതേപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് 1.33 കിട്ടും. ഓക്കെ, വാട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടറിലൂടെ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വാട്ടറിന്റെ 1.33 ആണ്, ഗ്ലാസിന്റെ 1.5 ആണ്, ഡയമണ്ടിന്റെ 2.42 ആണ്. പഠിച്ചു വെക്കണം. ഓക്കെ, പഠിച്ചു വെക്കണം. ഒരുപാട് പേര് ലേറ്റ് ആയിട്ട് കയറുന്നുണ്ടല്ലോ. Then എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? Okay, what is optical density? Optical density is a measure that shows how a medium influences the speed. Flow കളയിലേരിക പോയില്ലേ എന്റെ ഫ്ലോ? എന്തായിരുന്നു എന്ത് ലേറ്റ് ആയിട്ട് വന്നേ? അതെ, ഗുഡ് ആഫ്റ്റർനൂൺ ആണ് പറഞ്ഞല്ലേ? ഗുഡ് ഈവനിങ് പറഞ്ഞാൽ മതി. കുറച്ച് ഇരുട്ടായി. ഓക്കെ, അപ്പോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ടേം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? അതൊരു മെഷർ ആണ്. എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് എ മെഷർ ദാറ്റ് ഷോസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ്. നോക്കി, ഒരു മീഡിയം എങ്ങനെയാണ് ലൈറ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു മെഷർമെന്റ് ആണ് അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ആ മീഡിയത്തിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാൽ ലൈറ്റിന്റെ സ്പീഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കണ്ടോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യും. പഠിച്ചു വെക്കാം. Then the speed of light will be lower in a medium of higher optical density. Optical density കൂടുതലുള്ള സ്ഥലത്ത് speed of light എന്തായിരിക്കും? കുറവായിരിക്കും. Then the speed of light will be higher in a medium of lower optical density. Optical density കുറവുള്ള സ്ഥലത്ത് ലൈറ്റിന്റെ സ്പീഡ് കൂടുതലായിരിക്കും. സർ PPT ഒന്ന്. Yes. Okay. Then can the media given in the table be arranged in the increasing order of their optical density? Optical density കൂടുന്നതിനനുസരിച്ച് മരുന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും കുറവ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാണുള്ളത്? എയറിനാണ്. പിന്നെയുള്ളത് ആർക്കാ? വാട്ടറിനാണ്. പിന്നെയുള്ളത് ആർക്കാ? ഗ്ലാസിനാണ്. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആർക്കാ? ഡയമണ്ടിനാണ്. ഓക്കെ, ഡയമണ്ടിനാണ്.
ഇൻക്രീസിങ് ഓർഡർ അല്ല ചോദിച്ചിരിക്കുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പിന്നെ ഗ്ലാസിനാണ്, പിന്നെ വാട്ടറാണ്, പിന്നെ എയറിനാണ്. പഠിച്ചു വെക്കണം ഈ ഒരു ഓർഡർ. ഓക്കെ, പഠിച്ചു വെക്കണം ഈ ഒരു ഓർഡർ. ദെൻ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. കുറെ ടൈംസ് ഉണ്ടല്ലേ നമുക്ക്. എത്ര മണിയായി? 6:27. പറയാം. എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ, when a ray of light enters obliquely from one medium to another of different optical densities, it undergoes a deviation of the surface of separation in the medium. This phenomenon is called refraction. എപ്പോഴെങ്കിലും ലൈറ്റ് ഒരു ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലോട്ട് ഒബ്ലിക്വലി പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. അത് ചെരിഞ്ഞ് സഞ്ചരിക്കും. ഓക്കെ, അതിനെയാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഡീവിയേഷൻ സംഭവിച്ചാൽ അതിനെ ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. കുറച്ച് പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എന്താ? when light enters from one medium to another, the incident ray, the refracted ray and the normal at the point of incidence will be on the same plane. law of refraction ആണത്. ഓക്കെ, ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും ഒരൊറ്റ പ്ലെയിനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് ലോ ഓഫ് റിഫ്രാക്ഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. then when light enters from optical rarer medium to denser medium, റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് സഞ്ചരിക്കുമ്പോൾ ഇറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് നോർമൽ. അത് നോർമലിനോട് അടുക്കും, നോർമലിനോട്ട് അടുത്തായിരിക്കും പോകുന്നത്. then when light enters from optical denser medium to rarer, ഡെൻസർ മീഡിയം ടു റയർ ആണെന്നുണ്ടെങ്കിൽ അത് നോർമലിൽ നിന്ന് അകലും. then a ray of incident normally at the surface of separation of mediums does not undergo refraction. നോർമലി ആണ് ലൈറ്റ് പതിക്കുന്നുണ്ടെങ്കിൽ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഇത് പഠിച്ചു വെക്കാം. ഓക്കെ, ഇതേ ചോദ്യങ്ങളാണ്. എന്താണ്? ഹൗ ഡസ് ദ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് enters obliquely from air to water? എയർ എന്ന് പറഞ്ഞാൽ റയറർ മീഡിയം ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ എയറിനേക്കാളും ഡെൻസിറ്റി കൂടിയ മീഡിയം ആണ്. അപ്പോൾ റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് നോർമലിനോട് അടുക്കും, ടുവേർഡ്സ് നോർമൽ അല്ലേ, ടുവേർഡ്സ് നോർമൽ. then how does the direction of light change when a ray of light enters obliquely from water to air? വാട്ടർ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയം ആണ്, ഡെൻസർ ടു റയറർ ആണെന്നുണ്ടെങ്കിൽ away from the normal. ഓക്കെ, അകന്നു പോകും, away from the normal. പഠിച്ചു വെക്കണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. ഓക്കെ, then a ray diagram showing path of light through mediums A and B is given. Which medium is will the speed of light be less? സ്പീഡ് ഓഫ് ലൈറ്റ് കുറവ് ഏത് മീഡിയത്തിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ലൈറ്റ് സഞ്ചരിച്ച് പോകും, നമ്മൾ അതിന്റെ ഒരു വര വരയ്ക്കണം. എങ്ങനെയാണ് ലൈറ്റ് സഞ്ചരിച്ച് പോകുന്നത്? ഇതാണ് നോർമൽ അല്ലേ, ഞാൻ ഈ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്നതാണ് നോർമൽ. ലൈറ്റ് ഇതാണ് എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആക്ച്വലി എന്ത് ചെയ്തിരിക്കുക? നോർമലിനോട് അടുത്ത് വന്നിരിക്കുക ചെയ്തിരിക്കുന്നത് അല്ലെ, നോർമലിനോട് അടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എപ്പോഴാണ് നോർമലിനോട് അടുക്കുക? റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം അല്ലേ, ഇതല്ല നമ്മൾ പഠിച്ചായിരുന്നത്. when light enters from optical rarer medium to denser medium, it deviates towards normal. നോർമലിനോട് അടുത്തു, നോർമലിനോട് അടുക്കാണെന്നുണ്ടെങ്കിൽ ഈ മീഡിയം എന്തായിരിക്കും? ഇത് റയറർ ആയിരിക്കും, ഇത് ഡെൻസർ ആയിരിക്കും. റയറർ ആയിരിക്കും, ഡെൻസർ ആയിരിക്കും. അപ്പൊ രണ്ട് മീഡിയം ഏതാണെന്ന് മനസ്സിലാക്കി, റയറർ മനസ്സിലാക്കി, ഡെൻസർ മനസ്സിലാക്കി. ഇനി സ്പീഡ് കൂടുതൽ എല്ലായിരിക്കും? എപ്പോഴും സ്പീഡ് കൂടുതലുള്ളത് റയറർ മീഡിയത്തിലായിരിക്കും. അപ്പോ ഏതാണ് സ്പീഡ് കൂടുതൽ? എക്കാണ് സ്പീഡ് കൂടുതൽ. വിച്ച് വിൽ ബി ദ ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം? ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം എന്ന് പറയുന്നത് ആരായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ, ബി ആയിരിക്കും. കാരണം എന്താ? ലൈറ്റ് സഞ്ചരിച്ചപ്പോൾ അത് നോർമലിനോട് അടുക്കുകയാണ് ചെയ്തത്, ബിയിലോട്ട് കടന്നപ്പോൾ. ബി ഒപ്റ്റിക്കലി ഡെൻസിറ്റി കൂടിയ മീഡിയം ആയിരിക്കും. ഓക്കെ, അത് പഠിച്ചു വയ്ക്കുക. കണ്ടോ? സ്പീഡ് ഓഫ് ബി ലെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് മീഡിയം സ്പീഡ് ഓഫ് ബി ലെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓറെ ലെസ് ആണ് ചോദിച്ചത്. സ്പീഡ് കൂടുതലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലെസ് ആണെന്നുണ്ടെങ്കിൽ ബി ആണ്, സ്പീഡ് കുറവുള്ളത് ബിയിലാണ്, കൂടുതലുള്ളതാണ് അതിൽ. ഓക്കെ, then which will the optical denser medium? അത് ബി തന്നെ, അതും ബി തന്നെ. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് അതിന്റെ ഉത്തരം, പഠിച്ചു വയ്ക്കാം. then അടുത്ത ചിത്രം എന്താണ്? കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം. വാട്ടറിൽ നിന്ന് ഗ്ലാസ്സിലോട്ടാണ് ലൈറ്റ് കിടക്കുന്നത്. വാട്ടർ എന്ന് പറയുന്നത് ഗ്ലാസിനെ അപേക്ഷിച്ച് റയറർ മീഡിയം ആണ് അല്ലെ, ഗ്ലാസ് ആണ് കൂടുതൽ ഡെൻസിറ്റി ഉള്ള മീഡിയം. അപ്പോൾ എന്ത് ചെയ്യും? ഇത് നോർമലിലോട്ട് അടുത്ത് പോവും അല്ലെ, നോർമലിലോട്ട് അടുത്ത് പോവും. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് ലൈറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്, പഠിച്ചു വെക്കുക. then എന്താണ്? ചൂസ് ദ മീഡിയം ഇൻ വിച്ച് ലൈറ്റ് ഹാസ് ദ ലീസ്റ്റ് സ്പീഡ്.
ലൈറ്റിന് സ്പീഡ് ഏറ്റവും കുറവുള്ളത് എവിടെയായിരിക്കും? അത് ഡയമണ്ട് ആയിരിക്കും. ലൈറ്റിന് ഏറ്റവും സ്പീഡ് കുറവുള്ളത് ഡെൻസിറ്റി കൂടി മീഡിയം ആയിരിക്കും, അത് ഡയമണ്ട് ആണ്. ഓക്കെ, ഡയമണ്ട് ആണ്. Then the speed of light in air is 3 × 10⁸ meter per second. What is the speed of light in kerosene? കെറോസിനിലുള്ള ലൈറ്റിന്റെ സ്പീഡ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വി ആണ് കണ്ടുപിടിക്കേണ്ടത്. n = c/v ആണെന്ന് നമുക്കറിയാം. കെറോസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1.44 ആണ്. സി എന്ന് പറയുന്നത് 3 × 10⁸ meter per second ആണ്. വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ഈക്വൽ ടു എന്ത് വരും? 3 × 10⁸ meter per second divided by 1.44. കെറോസിനിലുള്ള സ്പീഡ് കിട്ടും. ഈ കെറോസിനിലുള്ള ലൈറ്റിന്റെ സ്പീഡ് കിട്ടും. അതിവിടെ എഴുതി വയ്ക്കാം. അതിവിടെ എഴുതി വയ്ക്കാം. Then when ray of light enters obliquely from air to diamond, will the refracted ray deviate towards a normal? എയറിൽ നിന്ന് ഡയമണ്ടിലോട്ട് കിടക്കുമ്പോൾ നോർമലിലോട്ട് അടുക്കുമോ? അടുക്കും. കാരണം എന്താ? നോർമലിലോട്ട് ഡീവിയേറ്റ് ടുവേർഡ്സ് നോർമൽ ആണ്, അടുക്കും. കാരണം റയർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണെന്നുണ്ടെങ്കിൽ അത് നോർമലിലോട്ട് അടുക്കും. ഓഫ് കോഴ്സ് നോർമലിലോട്ട് അടുക്കും. അപ്പൊ അങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അതങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. ദെൻ നമുക്ക് വിടാം. അടുത്ത ചോദ്യം എന്താണ്? ദ ബോട്ടം ഓഫ് പോണ്ട് അപ്പിയേഴ്സ് എലവേറ്റഡ് വെൻ വ്യൂഡ് ഫ്രം ഡിസ്റ്റൻസ് ദാൻ നിയർ പോയിന്റ്. വൈ? അതായത് നമ്മൾ ചിലപ്പോൾ ദൂരെ നോക്കുമ്പോൾ ആ വെള്ളത്തിന് ആഴം കുറവുള്ള പോലെ ഫീൽ ചെയ്യും. ഇപ്പൊ ഒരു കുളമാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ കുറച്ച് ദൂരം ദൂരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്? അതിന്റെ അടിഭാഗം കാണാൻ പറ്റുന്നുണ്ട്, അപ്പൊ ആഴം കുറവായിരിക്കും ശരിക്കും. അങ്ങനെയാണോ? അല്ല, ശരിക്കും ലൈറ്റ് റേ ബെൻഡ് ചെയ്തുകൊണ്ട് അത് നമുക്ക് മുകളിലോട്ട് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നതാ. The light rays coming from the bottom of a pond bend away from the normal as they travel from the water. Okay, then hence they appear to come from a point above the actual point from which they come. Okay, then the bottom of the pond appears raised. അതായത് ലൈറ്റ് റേ ബെൻഡ് ചെയ്ത് വരികയാണ്. ആക്ച്വലി നമ്മൾ കാണേണ്ട ലൈറ്റ് റേ അല്ല, പക്ഷെ ബെൻഡ് ചെയ്ത് തോന്നും നമ്മൾ കണ്ടിലോട്ട്. കാരണം വാട്ടറിൽ നിന്ന് എയറിലോട്ട് കിടക്കുമ്പോൾ ബെൻഡ് അവേ ആണ്. ഡെൻസർ മീഡിയം ടു റയർ മീഡിയം ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് റേ ബെൻഡ് അവേ ചെയ്യും. വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്? വെള്ളത്തിന് കുളത്തിന് ആഴം കുറവാന്ന് തോന്നും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, ലൈറ്റ് റേ ബെൻഡ് ചെയ്യുന്നതാണ്. പഠിച്ചു വെക്കാം. ദെൻ എന്താണ്? പ്ലേസ് എ ഗ്ലാസ് സ്ലാബ് ഓൺ ദ ലെറ്റർ ടെക്സ്റ്റ് ബോക്സ്. ലെറ്റർ ഇൻ എ ടെക്സ്റ്റ് ബുക്ക്. ദ ലെറ്റേഴ്സ് അപ്പിയർ റൈസ്ഡ്. ഒരു ഗ്ലാസ് സ്ലാബ് നിങ്ങളുടെ ബുക്കിന്റെ മുകളിൽ വെക്കുമ്പോൾ ആ ലെറ്ററുകളൊക്കെ പൊന്തി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. കാരണം എന്താ? സിൻസ് ഗ്ലാസ് ഹാസ് മോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാൻ എയർ, ലൈറ്റ് ബെൻഡ് അവേ ഫ്രം ദ നോർമൽ ആസ് ഇറ്റ് ഗോസ് ഔട്ട് ഓഫ് ദ ഗ്ലാസ്. ഓക്കെ, ദെൻ ദിസ് അപ്പാരന്റ്ലി കോസസ് us to see the letter rays. This phenomenon is called refraction of light. റിഫ്രാക്ഷൻ കാരണമാണ് നമ്മൾക്ക് ആ ഒരു ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ദെൻ എന്താണ്? പീപ്പിൾ ഹു എൻഗേജ് ഇൻ ബോ ഫിഷിംഗ് എയിം അറ്റ് ദ പോയിന്റ് സ്ലൈറ്റ്ലി ബിലോ ദ പെർസേവ്ഡ് പൊസിഷൻ ഓഫ് ദ ഫിഷ്. അതായത് മീൻ പിടിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ അമ്പ് ചെയ്ത് മീൻ പിടിക്കുന്ന ആൾക്കാര് ശരിക്കും മീനെ കാണുന്നതിന് തൊട്ട് താഴെ ആയിരിക്കും എയിം ചെയ്യുന്നത്. കാരണം എന്താ? മീൻ ആക്ച്വലി താഴെയാണ്, അത് പൊന്തി നിൽക്കുന്ന പോലെ റിഫ്രാക്ഷൻ കാരണം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ബിക്കോസ് ഓഫ് റിഫ്രാക്ഷൻ the fish appears to be at a higher position. To actually hit the fish, the archer must aim below the apparent position. Okay, മീനെ കാണുന്നതിനേക്കാളും കുറച്ച് താഴേക്ക് വേണം എയിം ചെയ്യണമെങ്കിൽ ആ മീനിന്റെ മേത്ത് കൊള്ളുള്ളൂ. കാരണം ലൈറ്റ് ബെൻഡ് ചെയ്ത് വന്നിരിക്കുക നമ്മുടെ കണ്ണിലോട്ട്. യഥാർത്ഥത്തിൽ കാണുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ അല്ല. അത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം, ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? ഒരുപാട് അറ്റ്മോസ്ഫിയർ ഉണ്ട് അല്ലെ? സോഷ്യലിൽ നമ്മൾ പഠിക്കുന്നതാണ്. ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, എക്സോസ്ഫിയർ ഉണ്ട്. ഒരുപാട് എന്തുണ്ട്? അറ്റ്മോസ്ഫിയറുകൾ ഉണ്ട്, ലെയേഴ്സ് ഉണ്ട് ഭൂമിക്ക് ചുറ്റും. ഓരോ ലെയേഴ്സിന്റെയും ഡെൻസിറ്റി വ്യത്യാസമുള്ളതാണ്. ഓക്കെ, ദെൻ വൈ സ്റ്റാർസ് അപ്പിയർ ലൈക്ക് ട്വിങ്കിളിംഗ്. എന്തുകൊണ്ടാണ് നക്ഷത്രം ഇങ്ങനെ മിന്നി തിളങ്ങുന്ന പോലെ തോന്നുന്നത്? നക്ഷത്രം നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ മിന്നുന്ന പോലെ തോന്നും. കാരണം എന്താ? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണമാണ്. സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ ഓരോ ലെയറിലോട്ടും കടക്കുന്നു. ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിലോട്ട് കടന്നു, എക്സോസ്ഫിയറിലോട്ട് കടന്നു, സ്ട്രാറ്റോസ്ഫിയറിലോട്ട് കടന്നു. ഇങ്ങനെ ഓരോന്നിലോട്ടും കടക്കുമ്പോൾ ബെൻഡ് ചെയ്ത് വരാം. അപ്പോൾ ഓരോ ബെൻഡിങ്ങിലും നമുക്ക് എന്ത് ചെയ്യും? ലൈറ്റ് ഇങ്ങനെ മിന്നുന്ന പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് റിഫ്രാക്ഷൻ മൂലമാണ് നമുക്ക് നക്ഷത്രങ്ങളൊക്കെ മിന്നുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് എഴുതി വയ്ക്കാം. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. കണ്ടോ? സൂര്യൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പോലും ആക്ച്വൽ പൊസിഷൻ ഓഫ് ദ സൺ ഇവിടെയാണ്. പക്ഷെ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്താ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ നേരെ നോക്കുന്നത് ഇവിടെ സൂര്യൻ ഇവിടെ ആയിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി സൂര്യൻ ഇവിടെയാണ്. ഇവിടെ ബെൻഡിങ് ഒക്കെ സംഭവിച്ചു. ലൈറ്റ് റേ ഇങ്ങനെ വന്ന് ഇവിടെ ബെൻഡ് ചെയ്തു.
നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാ, നമ്മൾ നേരെ നോക്കുള്ളൂ അല്ലേ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നോക്കുന്നത്. അപ്പൊ ഇവിടെ ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല, സൂര്യൻ ഇവിടെയാണ്, ഇവിടെ നിൽക്കുന്നത്. ആയിട്ട് ബെൻഡ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമുക്ക് സൂര്യന് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ ഇവിടെ കാണുന്നത്. പഠിച്ചു വെക്കുന്നതൊക്കെ അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, വായിച്ചു വയ്ക്കാം. ഡിലേഡ് സൺസെറ്റിനും, അതായത് നേരം വൈകിയുള്ള സൂര്യാസ്തമയത്തിനും നേരത്തെയുള്ള സൂര്യോദയത്തിനൊക്കെ കാരണം ഇതാണ്. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ, അതൊക്കെ പഠിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ടൈം എന്താ, നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് എന്താണ്, ആ ഫിനോമിനൻ എന്താണ്, സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്, എപ്പോഴാണ് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുക? നമുക്കറിയാം, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് ലൈറ്റ് റേ കടക്കുമ്പോൾ അതിന് ബെൻഡിങ് സംഭവിക്കും. ഇപ്പോ ഇത് വാട്ടർ ആണ്, ഈ വാട്ടറിൽ നിന്ന് എയറിലോട്ടാണ് ലൈറ്റ് റേ കടന്നു പോകുന്നത്. ഈ വാട്ടറിൽ നിന്ന് എയറിലോട്ടാണ് ലൈറ്റ് റേ കടന്നു പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം കടക്കുമ്പോൾ ലൈറ്റ് റേ നോർമലിൽ നിന്ന് അകന്നു പോകും അല്ലെ, അകന്നു പോകും. ദെൻ ഈ ആംഗിൾ ഓഫ് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ കുറച്ച് കൂട്ടി, θ1 കുറച്ച് കൂട്ടി, അപ്പൊ റിഫ്രാക്ഷൻ കുറച്ചും കൂടെ കൂടി, കണ്ടോ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറച്ചുകൂടെ കൂടി. ദെൻ ഞാൻ എന്ത് ചെയ്യാം, ഇതിന് കുറച്ചും കൂടി കൂട്ടാണ്, കുറച്ചും കൂടി കൂട്ടിപ്പോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എങ്ങനെ പോയത്, 90 ഡിഗ്രിയാ പോയത്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോയി. അഫാനെ എന്താടാ നടക്കണേ, ലൈറ്റ് റേ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോയി. എപ്പോഴാണോ ഈ റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രി ആകുന്നേ, അവിടെയുള്ള ഈ ഒരു ആംഗിൾ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. എപ്പോഴാണോ റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രി ആകുന്നേ, അവിടെ നമ്മൾ അടിച്ച ആ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതൽ നമ്മൾ അടിച്ചാൽ എന്ത് ചെയ്യും, ആ ലൈറ്റ് അതേ മീഡിയത്തിലോട്ട് റിഫ്ലക്ട് ബാക്ക് ചെയ്യും. ഇതിനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, ശ്രദ്ധിച്ചു വായിക്കുക. when a ray of light enters from an optical denser medium to rarer medium, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലോട്ട് തന്നെ സഞ്ചരിച്ചിട്ടുണ്ടാവണം. Then the angle of incidence at which the angle of refraction becomes 90 degree. എപ്പോഴാണോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുന്നത്, അവിടെ നമ്മൾ അടിച്ചിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് എന്ത്, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇൻ ദ ഗ്ലാസ് എയർ പെയർ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് 42. ഗ്ലാസ് എയർ പെയറിൽ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രി ആണ്. വാട്ടറിന്റെ ആണെന്നുണ്ടെങ്കിൽ 48.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. സെൽഷ്യസ് അല്ല, 6 ഡിഗ്രി ആണ്. സെൽഷ്യസ് എവിടെ നിന്ന് വരുവാണോ, 6 ഡിഗ്രി ആണ്. ഓക്കെ, then when ray of light enters from an optical denser medium to rarer medium at an angle of incidence greater than critical angle, the ray is reflected back completely to the same medium without undergoing refraction. This phenomenon is called total internal reflection. റിഫ്രാക്ഷൻ സംഭവിക്കാതെ ആ ലൈറ്റ് റേ സെയിം മീഡിയത്തിലോട്ട് തന്നെ റിഫ്ലക്ട് ബാക്ക് ചെയ്യും. കാരണം എന്താ, ഡെൻസർ മീഡിയം ടു റയർ മീഡിയം ആണ്. ദെൻ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും വലിയ ആംഗിളിലാണ് ഇൻസിഡൻസ് റേ വന്നെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് സെയിം മീഡിയത്തിലോട്ട് ബെൻഡ് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. Okay, ചോദ്യം, the critical angle of glass is 42. Choose the angle of incidence for the total internal reflection. Critical angle 42 ആണ്. ഇനി ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് ആംഗിൾ ഉപയോഗിക്കണം? ക്രിട്ടിക്കൽ ആംഗിൾ 42 ആണ്, അല്ലെങ്കിൽ കുറവ് ഉപയോഗിച്ചാൽ പറ്റോ? ഇല്ല. ദെൻ 38 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കുറവാണ്, പറ്റോ? ഇല്ല. 42 ഡിഗ്രിയിൽ അടിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും റിഫ്രാക്റ്റഡ് റേ, പറ്റില്ല. പിന്നെ എപ്പോഴാണ് സംഭവിക്കുക, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ 42 ഡിഗ്രിനേക്കാളും വലിയ ആംഗിളില് ലൈറ്റ് റേ അടിച്ചാൽ മാത്രമാണത് ആ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കത്തുള്ളൂ. പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഇൻ ഗ്ലാസ് എയർ പെയർ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. വാട്ടർ എയർ പെയറിൽ 48.6 ഡിഗ്രിയാണ്. ഇതും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. എന്താണ്, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ റിഫ്ലക്ടർ, പെരിസ്കോപ്പ്, ഒപ്റ്റിക്കൽ ഫൈബർ, മെഡിക്കൽ ഫീൽഡിൽ എൻഡോസ്കോപ്പി ചെയ്യുന്ന ആ ഒരു നമ്മുടെ വായുടെ അകത്തോട്ട് പോകുന്ന ആ ഒരു ഇതൊക്കെ എന്താണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ദെൻ ഇത് ഓരോന്നിന്റെയും വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. പെരിസ്കോപ്പ് എങ്ങനെയാണ്, ഒപ്റ്റിക്കൽ ഫൈബർ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, ദെൻ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിലോട്ട് കടക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ചാപ്റ്റർ ആണ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ.
അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എന്റെ പൊസിഷൻ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ, the distance between the initial and the final position in a definite direction. ഒരു ഡെഫിനിറ്റ് ഡയറക്ഷൻ വേണം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം പോയിട്ടുണ്ടാവണം. ഈ എ എന്ന് പറയുന്നവൻ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ലൈനാണ് പോയത്. അപ്പോൾ അവന്റെ എന്താണത്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷെ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയിലോട്ടൊക്കെ വളഞ്ഞു പൊളഞ്ഞു പോയാൽ അത് ഡിസ്പ്ലേസ്മെന്റ് അല്ല, അതിന് വേറെ പേര് പറയും. അതാണ് എന്ത്? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഇസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് കവേർഡ്. ഒരു വ്യക്തി സഞ്ചരിച്ച മൊത്തം ദൂരത്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയാ. ദെൻ ഒരു വ്യക്തി സഞ്ചരിച്ച ഒരു സ്ട്രെയിറ്റ് ലൈൻ ദൂരത്തിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് എസ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റും മീറ്റർ തന്നെ, ലെങ്ത് അല്ലേ, മീറ്റർ ആണ് രണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ വെക്ടർ ക്വാണ്ടിറ്റീസ്? എന്തിനെയാണ് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്? വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇവന്മാർക്ക് എന്തുണ്ടാകും? സ്പെസിഫൈ ആയിട്ടുള്ള ഡയറക്ഷനും ഉണ്ടാകും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും നമുക്ക് ഒരേപോലെ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, വെക്ടർ ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഇനി എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? സ്കെയിലാർ ക്വാണ്ടിറ്റികൾക്ക് എന്തുണ്ടാവില്ല? ഡയറക്ഷൻ ഉണ്ടാവില്ല. തൊട്ടു മുന്നേ കണ്ട ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്ടർ ആണോ സ്കെയിലാർ ആണോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്ടർ ആണോ സ്കെയിലാർ ആണോ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താ? ഡിസ്പ്ലേസ്മെന്റിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. കറക്റ്റ് ആയിട്ട് ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് സ്ട്രെയിറ്റ് ലൈനാ പോയാ, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോയെന്ന് പറയാൻ പറ്റും നമുക്ക്. പക്ഷെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ? ഡയറക്ഷൻ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലോട്ട് എങ്ങനെ വേണമെങ്കിലും എത്തിയാൽ മതി. ഇങ്ങനെ വേണമെങ്കിൽ വളഞ്ഞു 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 ഇങ്ങനെ എത്താം. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഡയറക്ഷൻ പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം ഇങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വന്നു, അല്ലെ? ആദ്യം ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട്, പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അതിനെന്തില്ല? കറക്റ്റ് ഡയറക്ഷൻ ഇല്ല. അപ്പോ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ബാക്കി എല്ലാവരും വായി വിളിച്ചിരുന്നോട്ടാ, അഭിനവ് മാത്രത്തിനും പറഞ്ഞാൽ. When will be the magnitude of displacement and distance covered are equal? എപ്പോഴാണ് മാഗ്നിറ്റ്യൂഡ് ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡിസ്റ്റൻസിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആക്കുന്നത്? Magnitude of displacement and distance covered are equal only when object moving on a straight line. ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈക്വൽ ആയിരിക്കും. രണ്ടും സെയിം പാത്ത് ആണല്ലോ. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കാം. ദെൻ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ്. ഇത് ഒരിക്കലും ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആകില്ല. ദെൻ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഡിസ്പ്ലേസ്മെന്റ് 0 ആകാം. കാരണം എന്താ? ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ദെൻ തിരിച്ച് അതേ പോയിന്റിലോട്ട് എത്താറുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്താ? 0 ആണ്. എയിൽ നിന്ന് തുടങ്ങി വീണ്ടും എയിലോട്ട് തന്നെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഓക്കെ, 10 മീറ്റർ ഇങ്ങോട്ട് പോയി, ദെൻ 10 മീറ്റർ തിരിച്ചു വന്നു, 19 ക്യാൻസൽ ചെയ്ത് പോയി, വെട്ടിപ്പോയി. ദെൻ ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെയല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോയി തിരിച്ചെത്തി 10 മീറ്റർ ആയി, ദെൻ തിരിച്ച് അതേപോലെ വളഞ്ഞു വളഞ്ഞു പോയി തിരിച്ചെത്തി, +10 20 ആയി. അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒരിക്കലും ഡിസ്റ്റൻസ് ഒരിക്കലും 0 ആകില്ല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് 0 ആക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. Then what is velocity and its equation and unit? എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. വെലോസിറ്റി is the displacement of an object in unit time. വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? An object moving in the same direction is in uniform velocity if the magnitude of the displacement is equal to the equal intervals of time. Okay,
എന്താണ് പറയുന്നത്? വെലോസിറ്റി എ ഒബ്ജക്ട് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഈസ് ഇൻ ദ യൂണിഫോം വെലോസിറ്റി. ഒരു ഒബ്ജക്ട് സെയിം ഡയറക്ഷൻ ആണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ അറ്റ് ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അതാണ് മെയിൻ ഡെഫിനേഷൻ. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ അത് യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. വെൻ ലൈറ്റ് ട്രാവൽസ് ത്രൂ വാക്വം, അതൊക്കെ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ ആണ്. എ ട്രെയിൻ ട്രാവലിംഗ് എ യൂണിഫോം സ്പീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ, അതൊക്കെ യൂണിഫോം വെലോസിറ്റിക്ക് എക്സാമ്പിൾ ആണ്. പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ what are the conditions for velocity to vary? വെലോസിറ്റി വേരി ചെയ്യാൻ സ്പീഡ് മാറിയാൽ മതി, ഡയറക്ഷൻ മാറിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? വെലോസിറ്റിയും ചേഞ്ച് ആവും. ഓക്കെ, ഏതെങ്കിലും ഒന്ന് വേരി ചെയ്താൽ വെലോസിറ്റി മാറും. ദെൻ വാട്ട് ഈസ് നോൺ യൂണിഫോം വെലോസിറ്റി? എന്താണ് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇഫ് ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് ചേഞ്ച് ദെൻ ഇറ്റ് വിൽ ബി നോൺ യൂണിഫോം വെലോസിറ്റി. വെലോസിറ്റി മാറിയാൽ അത് നോൺ യൂണിഫോം വെലോസിറ്റി ആണ് അല്ലേ? വാട്ട് ഈസ് നോൺ യൂണിഫോം? നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ അത് നോൺ യൂണിഫോം ആണ്. എക്സാമ്പിൾ ആയിട്ട് മോഷൻ ഓഫ് സ്റ്റോൺ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഒരു ഹൈറ്റിൽ നിന്ന് ഒരു കല്ല് താഴോട്ട് കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം എ ബസ് സ്റ്റോപ്പ് ആൻഡ് ഈസ് മൂവിംഗ് ഫോർവേഡ്, അതൊക്കെ എന്താണ്? നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. എന്താണ് ആക്സലറേഷൻ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ ടൈം. വെലോസിറ്റി മാറുന്നതിനനുസരിച്ച് സമയത്തിനനുസരിച്ച് മാറുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ആക്സലറേഷൻ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഇൻസ്റ്റൻസ് ഓഫ് ആക്സലറേഷൻ ഇൻ യുവർ ഡെയിലി ലൈഫ്? ആക്സലറേഷൻ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? മോഷൻ ഓഫ് കോക്കനട്ട് ഫാളിംഗ് ഫ്രം എ കോക്കനട്ട് ട്രീ. തെങ്ങിന്റെ മുകളിൽ നിന്നൊരു തേങ്ങ വീഴുന്നത് ആക്സലറേഷൻ. കാരണം അത് സ്റ്റാർട്ട് ചെയ്തു, കൂടി 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 അവസാനത്തെ നല്ല കൂളായിരിക്കും അല്ലേ? അപ്പൊ അതിന് ആക്സലറേഷൻ എന്ന് പറയാം. ദെൻ എ കാർ ആക്സലറേറ്റിംഗ് ഫ്രം എ സ്റ്റോപ്പ്. ഒരു സ്റ്റോപ്പിൽ നിന്ന് ഒരു കാറ് ആക്സലറേറ്റ് ചെയ്ത് പോകുന്നത്. നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി പിടിക്കുക. അപ്പോൾ കാറിന് സ്പീഡ് ഗിയർ 1 മാറ്റി, ഗിയർ 2 മാറ്റി, ഗിയർ 3 മാറ്റി, നല്ല സ്പീഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആക്സലറേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഈസ് റിട്ടാർഡേഷൻ? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് വരുമ്പോൾ അത് നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. നെഗറ്റീവ് ആക്സലറേഷനാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഇൻ വെലോസിറ്റി, സ്പീഡ് കുറഞ്ഞു 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 വരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്, അതായത് റിട്ടാർഡേഷൻ ആണ്. ഈ ഒരു വണ്ടി ബ്രേക്ക് ചവിട്ടുമ്പോൾ ഉള്ളത് റിട്ടാർഡേഷൻ ആണ്. Then what are the uniform acceleration and non-uniform acceleration? An object is in uniform acceleration if the rate of change of velocity is equal to the equal intervals of time. Uniform ആണെന്നുണ്ടെങ്കിൽ rate of change of velocity equal interval ടൈമിൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ, പക്ഷെ നോൺ യൂണിഫോം അങ്ങനെയല്ല, ഡിഫറെന്റ് ആയിരിക്കും. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഡിഫറെന്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സലറേഷൻ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, പഠിച്ചു വെക്കാം. Which are the traffic rules for pedestrians to follow? കാൽനടക്കാര് പാലിക്കേണ്ട ട്രാഫിക് റൂൾസ് എന്തൊക്കെയാണ്? എപ്പോഴും വലതുവശം ചേർന്ന് നടക്കുക. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എപ്പോഴും സീബ്ര ക്രോസിംഗിലൂടെ നടക്കുക. ദെൻ റെഡ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയോട് നിൽക്കുക, അല്ലാതെ ക്രോസ് ചെയ്ത് പോകാതിരിക്കുക. പച്ച കത്തിയാൽ മാത്രം പോകാൻ ശ്രമിക്കുക. ഓക്കെ, അതൊക്കെ പഠിക്കാം. കണ്ടോ? ദെൻ വാട്ട് ആർ ദ മാൻഡേറ്ററി സൈൻസ്? എന്തൊക്കെയാണ് നമ്മൾ എന്തായിട്ട് നിർബന്ധമായിട്ട് പാലിച്ചിരിക്കേണ്ട റോഡ് സൈൻസ് ഏതൊക്കെയാണ്? നോ പാർക്കിംഗ്. നോ പാർക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സിമ്പിൾ കണ്ടോ, അവിടെ വണ്ടി പാർക്ക് ചെയ്യരുത്. ദെൻ നോ ബൈസിക്കിൾസ്. കണ്ടോ, ഇത് വട്ടം വരച്ചിങ്ങനെ ഇൻഡ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി സൈൻസ് ആണ്, നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. ദെൻ നോ ഹോൺ. ഹോൺ അടിക്കാൻ പാടില്ല. ഹോസ്പിറ്റലിന്റെ ഏരിയാസിലും സ്കൂളിന്റെ ഭാഗത്തൊക്കെ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടുണ്ടാവും, കാരണം അവിടെ ഹോൺ അടിക്കാൻ പാടില്ല. ദെൻ വാട്ട് ആർ ദ കോഷണറി സൈൻസ്? കോഷണറി എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, സൂക്ഷിക്കുക എന്ന് പറയുന്ന സൈൻസ് ആണ്. നമ്മൾ നല്ല സ്പീഡിൽ പോവാണ്, നമ്മളിങ്ങനെ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കണം. കാരണം നല്ല സ്പീഡിൽ പോയിട്ട് ഒരു ഹമ്പ് ഉണ്ടെങ്കിൽ ആ ഹമ്പിൽ കൂടെ ചാടി നമ്മൾ പറന്നു പോലെ മുകളിലേക്ക്. ദെൻ നാരോ ബ്രിഡ്ജ്. വലിയ വലിയ വണ്ടികൾ ഓടിക്കുമ്പോൾ ഇങ്ങനൊരു ബോർഡ് കണ്ടാൽ നാരോ ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അതിലൂടെ പതിയെ പോകണം, സൂക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ കടന്നു പോകാൻ പറ്റില്ല. ഓക്കെ, ദെൻ സ്കൂൾ അഹെഡ്. ഇങ്ങനെ സിമ്പിൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ, കുട്ടികളാണല്ലേ, ചെറിയ കുട്ടികളാണ്, നിങ്ങളെ പോലെ ചെറിയ കുട്ടികളാണ്, തോന്നി പോലെ ആയിരിക്കും റോഡൊക്കെ ക്രോസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ചിലപ്പോൾ സിപ്പപ്പോൾ വയലിട്ടിട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകും. ചിലപ്പോൾ വണ്ടികൾ അവിടെ നിന്ന് സ്പീഡിൽ വരുന്നുണ്ടാവും. അപ്പം അങ്ങനെ വണ്ടികൾ സ്പീഡിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോർഡ് വെക്കുക അവിടെ. അതൊക്കെ പഠിച്ചു വെക്കുക. ദെൻ ഇൻഫോർമേറ്ററി സയൻസ്. ഇൻഫോർമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട്,
തൊട്ടടുത്ത അത്യാവശ്യത്തിന് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, തൊട്ടടുത്ത അത്യാവശ്യത്തിന് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇങ്ങനെയുള്ള സിമ്പിൾസ് റോഡ് അരികിൽ വെച്ചിട്ടുണ്ടോ? ഇതാണ് ഇൻഫർമേഷൻ തരാനുള്ള സയൻസ്. ഓക്കെ, പഠിച്ചു വയ്ക്കാം. ദെൻ റോഡ് മാർക്കിംഗ്. ഇങ്ങനെ സെൻട്രൽ ഇങ്ങനെ ഓരോ ലൈൻ ഇട്ടാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്താണ്? വേർ വെഹിക്കിൾസ് ആർ അലൗഡ് ടു ക്രോസ് ഇൻ എ കൺട്രോൾഡ് മാനർ. വെഹിക്കിൾസ് കൺട്രോൾ, അതായത് ഓവർലാപ്പ് ചെയ്ത് പോകരുത്, ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകരുത്. ഓക്കെ, ദെൻ വെഹിക്കിൾസ് ആർ നോട്ട് അലൗഡ് ടു ക്രോസ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഡോട്ടഡ് ആയിട്ടല്ല, അതിന് സ്ട്രെയിറ്റ് ലൈൻ ആണ് നടുക്ക് വരച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല, നിർബന്ധമായിട്ടും. ഓക്കെ, ദെൻ സീബ്ര ക്രോസിംഗ്. ഇങ്ങനെ ക്രോസ് കുറുകെ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അത് സീബ്ര ക്രോസിംഗ് ആണ്. എനിക്ക് പഠിച്ചു വയ്ക്കാം. ദെൻ എന്താണ് ഗ്രാഫ്? വാട്ട് ആർ ഗ്രാഫ്? വാട്ട് ആർ ദി യൂസസ് ഓഫ് ഗ്രാഫ്? ഗ്രാഫ് എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, a graph can be used to understand and illustrate the relation between quantities and to formulate equations based on them. Okay, ഗ്രാഫ് ബേസ് ചെയ്ത് നമുക്ക് ഫോർമുലകൾ ഉണ്ടാക്കാം, പുതിയ പുതിയ ഇക്വേഷൻസ് ഉണ്ടാക്കാം. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും റിയൽ ടൈം ഇൻഫോർമേഷനും അതൊക്കെ നമ്മൾക്ക് നമ്മുടെ ഗ്രാഫ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും, പഠിച്ചു വയ്ക്കാം. ദെൻ വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ? ഏതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ? v is equal to u plus at. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, അത് പഠിച്ചു വെക്കണം കേട്ടോ. വിച്ച് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ? ഏതാണ്? s is equal to ut plus half at square. വിച്ച് ഇസ് ദ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ? b square is equal to u square plus 2as. ഇതാണ് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ. മൂന്ന് ഇക്വേഷൻ ഓഫ് മോഷനും പഠിച്ചു വയ്ക്കാം, നിർബന്ധമായിട്ട് പഠിച്ചു. v is equal to u plus at, s is equal to ut plus half at square, v square is equal to u square plus 2as. മൂന്ന് ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, കാരണം പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഈ മൂന്ന് ഇക്വേഷൻസും ആവശ്യമുണ്ട്. Okay, then what does area under uniform time graph? എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിന് കീഴെയുള്ള ഏരിയ നമുക്ക് എന്ത് നൽകുന്നു? ഡിസ്പ്ലേസ്മെന്റ് തരുന്നു. ഇപ്പോ ഞാനൊരു ഗ്രാഫ് വരച്ചു, ഇങ്ങനെയാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ എന്താ? ഞാനിങ്ങനെ ഡോട്ടഡ് ആയിട്ട് വരച്ചു. ഇതാണ് ഒരു ട്രയാങ്കിൾ ആണല്ലേ താഴെ ഏരിയ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുക. ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുക. ദെൻ വാട്ട് ഡസ് ഏരിയ അണ്ടർ ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഗിവ്സ്? ഇപ്പൊ ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത് ആക്സലറേഷൻ ടൈം ഗ്രാഫ് ആണ്, at. ദെൻ ഈ ഒരു ബോഡിയുടെ മോഷന്റെ ഇങ്ങനെയാണ് ഈ ബോഡി പോയിരിക്കുന്നത്. താഴെയുള്ള ഏരിയ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ആണ് കിട്ടുക. Okay, then what does the slope under a velocity time graph represent? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. സ്ലോപ്പ് എന്ത് തരും? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? y by x ആണ്. Okay, y by x ആണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y by x. ഈ y by x എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണല്ലേ. അപ്പോൾ v by t എന്ന് പറഞ്ഞാൽ അത് വെലോസിറ്റി ബൈ ടൈം. എന്താണ്? അത് ആക്സലറേഷൻ ആണ്. Okay, ആക്സലറേഷൻ ആണ്. പഠിച്ചു വയ്ക്കാം. ഓക്കെ, അത് പഠിച്ചു ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വായിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമിന് ഒന്നും കിട്ടാൻ പോലുള്ള ഒക്കെ തെറ്റിപ്പോകും. ഇതൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ദെൻ ചോദ്യങ്ങൾ. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? ദ വെലോസിറ്റി ഓഫ് ട്രെയിൻ. യെസ്, വെലോസിറ്റി ഓഫ് എ ട്രെയിൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഫ്രം എ റെയിൽവേ സ്റ്റേഷൻ ബിക്കംസ് 90 km/h in 10 minutes. Calculate the acceleration of the train. ഈ ട്രെയിനിന്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? പ്രോബ്ലം ചെയ്യണം. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട് ചോദ്യത്തില്? ചോദ്യം വായിച്ചു നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത്. ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ടല്ലേ? എത്രയാണ്? 10 മിനിറ്റ് ടൈം. 10 മിനിറ്റിനുള്ളിലാണ്. 10 മിനിറ്റിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. 10 × 60 ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 600 സെക്കൻഡ് കിട്ടും. വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0 m/s. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 90 km/h ആണ്. ഒരിക്കലും നമുക്കൊരു പ്രോബ്ലം km/h ചെയ്യാൻ പറ്റില്ല. ഇത് m/s മാറ്റണം. അപ്പൊ എന്ത് ചെയ്യും? 90 × 5/18 ചെയ്താൽ നമുക്ക് m/s കിട്ടും. അപ്പൊ എത്രയാണ്? 90 × 5/18 എന്ന് പറയുന്നത് 25 m/s കിട്ടും. വെലോസിറ്റി എന്ന് പറയുന്നത് 25 m/s. കാൽക്കുലേറ്റ് ദ ആക്സലറേഷൻ. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ a is equal to v minus u by t.
ടി. വി എന്ന് പറയുന്നത് എത്രയാണ്? 25 മൈനസ് 0/600 ഇസ് ഈക്വൽ ടു 0.0416 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഇതാണ് എൻ്റെ ആക്സലറേഷൻ. ഓക്കെ, ഇതാണ് അതിൻ്റെ ആക്സലറേഷൻ. ഇത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. യെസ്. ദെൻ അടുത്ത ചോദ്യം എന്താണ്? ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വയർസ് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 2 സെക്കൻഡ്. അതായത് ഒരു ബോഡി, ഞാൻ രണ്ട് കേസായിട്ട്, കേസ് 1 എന്ത് ചെയ്യുന്നു? 0-ൽ നിന്ന് തുടങ്ങി 20 മീറ്റർ പെർ സെക്കൻഡിലോട്ട് എത്തി. എത്ര ടൈമില്? t = 2 സെക്കൻഡില്. ദെൻ രണ്ടാമത്തെ എന്താണ്? പിന്നെന്ത് സംഭവിച്ചത്? 40 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 6 സെക്കൻഡിലോട്ടാണ് എത്തിയത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അടുത്ത്. അതായത് യൂണിഫോം ആക്സലറേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ 2 സെക്കൻഡിൽ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്, 4 സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ്, 6 സെക്കൻഡിൽ 60 മീറ്റർ പെർ സെക്കൻഡ് വന്നേനെ. പക്ഷെ നമുക്ക് വന്നിരിക്കുന്നത് എന്താ? ആദ്യത്തെ 2 സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ് എത്തി, പിന്നത്തെ 6 സെക്കൻഡിൽ 40 എത്തിയിട്ടുള്ളൂ. അപ്പൊ അത് യൂണിഫോം ആക്സലറേഷൻ അല്ല. അപ്പൊ നമ്മൾ ഓരോ കേസിലെ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ഓരോ കേസിലെയും ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ ആദ്യത്തെ ചോദ്യം. അപ്പോൾ S = നമുക്കറിയാം ut പ്ലസ് ഹാഫ് at² ആണ്. ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ഫസ്റ്റ് കേസിൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാം. v മൈനസ് u/t ആണ്. v എത്രയാണ്? ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 20 ആണ്. 20 മൈനസ് 0. ഓക്കെ, ഫസ്റ്റ് കേസിൽ കേസ് 1 ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ടൈം എത്രയാണ്? 2 ആണ്. അപ്പൊ ആക്സലറേഷൻ എത്ര കിട്ടി? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. ദെൻ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. S = ut എന്ന് പറയുന്നത് 0 ആണ്. 0 × 2 പ്ലസ് ഹാഫ് ഇൻറ്റു a എന്ന് പറയുന്നത് 10 ഇൻറ്റു t² എന്ന് പറയുന്നത് 2². എത്ര വരും നമുക്ക്? ഇത് വെട്ടിപ്പോയി. ദെൻ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 4, 2 വെട്ടിപ്പോയി, 4 വെട്ടിപ്പോയി, 2 കിട്ടി. 20 മീറ്റർ കിട്ടും ഡിസ്പ്ലേസ്മെന്റ്. ഫസ്റ്റ് കേസിലെ 20 മീറ്റർ കിട്ടും ഡിസ്പ്ലേസ്മെന്റ്. ദെൻ എന്താണ് പിന്നെ പോയിരിക്കുന്നത്? 2 സെക്കൻഡിൽ നിന്ന് 6 സെക്കൻഡിലോട്ടാണ് ടൈം. വെലോസിറ്റി u എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡിലാണ് നിൽക്കുന്നത്. ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡിലാണ് നിൽക്കുന്നത്. ആക്സലറേഷൻ കണ്ടുപിടിച്ചുകൂടെ? ആക്സലറേഷൻ = v മൈനസ് u/t 2 മൈനസ് t1. ചേഞ്ച് ഇൻ ടൈം എത്രയാണ്? p എന്ന് പറയുന്നത് 40 മൈനസ് 20 ഡിവൈഡഡ് ബൈ 6 മൈനസ് 2 = 20/4 = 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും ആക്സലറേഷൻ. ദെൻ S = ut പ്ലസ് ഹാഫ് at². u എന്ന് പറയുന്നത് എത്രയാണ്? 20 ഇൻറ്റു t എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണല്ലേ? അല്ലേ? ഇവിടെ t എന്ന് പറയുന്നത് 4 ആണ്. ഇൻറ്റു അല്ല, പ്ലസ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു t² എന്ന് പറയുമ്പോൾ 4². എത്ര വരും? 4 × 80 പ്ലസ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 16 അല്ലേ? ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 16 വരും. ഓക്കെ, ദെൻ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് വരും? വെട്ടിപ്പോയി, ഇത് 8 ആയി. 8 × 5 എന്ന് പറയുന്നത് 40. 40 പ്ലസ് 80, 40 പ്ലസ് 80 എന്ന് പറയുമ്പോൾ S = 120 വരും. 120 മീറ്റർ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇത് S2, ഇത് S1. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് = എന്ത് വരും? S1 പ്ലസ് S2 ആണ്. അതായത് 20 പ്ലസ് 120 = 140 മീറ്റർ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 140 മീറ്റർ വരാം. ഓക്കെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 140 മീറ്റർ ആണ് വരിക. അതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു പ്രോബ്ലം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 2 കേസായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യണം. കാരണം യൂണിഫോം ആക്സലറേഷൻ അല്ല. യൂണിഫോം ആയിരുന്നെങ്കിൽ നമുക്ക് ആദ്യം മുതൽ ചെയ്യാറ് ഒറ്റ ഇക്വേഷനിൽ തീർന്നാണ്. പക്ഷെ യൂണിഫോം അല്ല.
0 മുതൽ 2 സെക്കൻഡ് വരെ അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ 2 മുതൽ 6 സെക്കൻഡ് വരെ ഇൻക്രീസ് ചെയ്ത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓവർ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കണം, മനസ്സിലാക്കണം. ദെൻ അടുത്ത ചോദ്യം എന്താണ് ചോദ്യം? An object falls down from rest and moves with an acceleration of 10 meter per second square. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്ന് താഴോട്ട് വീഴുന്നു. അപ്പോൾ u ഈസിക്കൽ എത്രയാണ്? u 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ആക്സിലറേഷൻ ഈസിക്കൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. Hits the ground with a velocity v is equal to 20 meter per second ആണ്. From what height does the object fall? S ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ്, S ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. v സ്ക്വയർ എന്ന് പറയുന്നത് 20 സ്ക്വയർ പ്ലസ് u സ്ക്വയർ എന്ന് പറയുന്നത് 0 സ്ക്വയർ പ്ലസ് 2 into 10 into s എത്രയാണെന്ന് അറിയില്ല, 400 ഈക്വൽ ടു 20s വരും. s is equal to 400 divided by 20 വരും. 0 വെട്ടിപ്പോയി 20 മീറ്റർ വരും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. 20 മീറ്റർ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. ഇതിങ്ങനെ വേണം ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇങ്ങനെ വേണം ചെയ്ത് കണ്ടുപിടിക്കാം. എളുപ്പമാണ്. ഓക്കെ, ഇതൊക്കെ വർക്കൗട്ട് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ എളുപ്പമാവുള്ളൂ, അല്ലാണ്ട് എളുപ്പമാവില്ല. ഓക്കെ, then 3 different graphs related to motion of a vehicle are given below. Analyze the graph and find the characteristics of motion. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഡിക്ലൈൻഡ് ആയിട്ടൊരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? കണ്ടോ, ഇങ്ങനെ ഒരെണ്ണം കൊടുത്താൽ, ഇങ്ങനെ ഒരെണ്ണം കൊടുത്താൽ, ദെൻ ഇങ്ങനെ ഒരെണ്ണം കൊടുത്താൽ എന്തൊക്കെയാണ്? ഈ ഗ്രാഫുകൾ പഠിച്ചിരിക്കണം. സ്ട്രേറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ, സ്ട്രേറ്റ് ലൈൻ സ്ലോപ്പിംഗ് അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. ദെൻ സ്ട്രേറ്റ് ലൈൻ ഡിക്ലൈൻ ആണെന്നുള്ളത് യൂണിഫോം ഡീസലറേഷൻ ആണ്, റിട്ടാർഡേഷൻ ആണ്. ദെൻ ഇങ്ങനെ സിക്സാഗ് ആണെന്നുണ്ടെങ്കിൽ, വി ടി ഗ്രാഫിൽ സിക്സാഗ് ആണെന്നുണ്ടെങ്കിൽ അത് നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഇത് യൂണിഫോം ആക്സിലറേഷൻ, അതിന്റെ ഗ്രാഫാണ്. ഇത് ഇത് ഡീസലറേഷൻ. യൂണിഫോം ഡീസലറേഷൻ, അതായത് റിട്ടാർഡേഷൻ. ദെൻ ഇത് നോൺ യൂണിഫോം ആക്സലറേഷൻ. ഓക്കെ, പഠിച്ചു വെക്കണം. ഓക്കെ, ഓരോന്നിന്റെ ഗ്രാഫ്. ദെൻ എന്താണ്? 3 different graphs related to motion of vehicle are given below. Analyze the graph and find the characteristics of motion. യൂണിഫോം ടൈം ഗ്രാഫിൽ ഇതെങ്ങനെ സ്ട്രേറ്റ് ലൈൻ, ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കൊടുത്തെന്നുണ്ടെങ്കിൽ ദെൻ ഇത് ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു എന്താണെന്നുള്ളത്. ദെൻ ഇങ്ങനെ വളഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാം. ഹൊറിസോണ്ടൽ ലൈൻ ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ചസ് വിത്ത് ലൈൻ. അപ്പോൾ യൂണിഫോം മോഷൻ ആണത്. യൂണിഫോം മോഷൻ ആണ്, 0 ആക്സിലറേഷൻ ആണ്. ദെൻ സ്ട്രേറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് യൂണിഫോം ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. ദെൻ കർവ് ആണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഡിക്രീസ് ചെയ്യാം. വെലോസിറ്റി ഇൻക്രീസസ് ഫസ്റ്റ് ബട്ട് റേറ്റ് ഇൻക്രീസസ് സ്ലോ ഡൗൺ. അതായത് നോൺ യൂണിഫോം ആക്സിലറേഷൻ തന്നെ. നോൺ യൂണിഫോം ആക്സിലറേഷൻ തന്നെ. ഇതൊക്കെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് കേട്ടോ. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരുപാടുള്ള ചാപ്റ്റർ ആണത്. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? യെസ്, എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. ഓക്കെ, ഒരു കാറ് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് യൂണിഫോം ആക്സിലറേഷനിൽ നിന്ന് എന്താ ചെയ്യുന്നത്? വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ. കാറിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാറിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും? എങ്ങനെ ചെയ്യും? എങ്ങനെ ചെയ്യണ്ടേ? കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ u ഈക്വൽ എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. Calculate the acceleration of the car if it covers a distance of 200 meter in 20 seconds. അപ്പോൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. ടൈം എന്ന് പറയുന്നത് 20 സെക്കൻഡ് ആണ്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക ആക്സിലറേഷൻ ആണ്.
ഓക്കെ, ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ അല്ലേ കണ്ടുപിടിക്കാൻ? നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? യെസ്, ഏത് ഉപയോഗിക്കടാ? പറയ്, നിങ്ങൾ തന്നെ പറയും. ആ പോട്ടെ. എന്താണ്? ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. S is equal to ut plus half at square ഉപയോഗിക്കാം അല്ലെ. S എന്ന് പറയുന്നത് 200 ആണ് തന്നിട്ടുണ്ട്. U എന്ന് പറയുന്നത് 0 ആണ്. 0 into ടൈം എന്ന് പറയുന്നത് 20 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറയുന്നത് അറിയില്ല. T എന്ന് പറയുന്നത് 20 സെക്കൻഡ് ആണ്. ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും? 200 ഈക്വൽ ടു ഈ ടൈം മൊത്തത്തിൽ 0 ആയിട്ട് പോയി പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 400 വരും. 2 400 വെട്ടിപ്പോയി 200 കിട്ടും. ദെൻ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 200 ഈസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഓക്കെ, 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഈസിയാണ് അല്ലേ? ഈസിയാണ്. ദെൻ അടുത്ത ചോദ്യം എന്താണ്? If an object starts from rest and moves with an acceleration of 2 meter per second square, what will be the velocity of the object after 10 seconds? ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. എൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് 2 meter per second square തന്നിട്ടുണ്ട്. What will be the velocity after 10 seconds? T is equal to 10 second ആണ്. വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V is equal to U plus 80 ചെയ്താൽ മതി അല്ലേ? Then V is equal to U എന്ന് പറയുന്നത് 0 ആണ് പ്ലസ് A എന്ന് പറയുന്നത് 2 ആണ് ഇൻറ്റു 10. V is equal to 20 meter per second. V is equal to 20 meter per second. Easy. Then അടുത്ത ചോദ്യം. A train starts from rest and attains a speed of 72 kilometer in 5 minutes. Okay. റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ U എന്ന് പറയുന്നത് 0 ആയിരിക്കും. Then ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 72 കിലോമീറ്റർ പെർ അവർ ആണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 72 ഇൻറ്റു 5/80 നമുക്ക് എത്ര കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും ചെയ്തു വരുമ്പോൾ. ആക്സലറേഷൻ ആണ് കണ്ടുപിടിക്കണ്ടേ? ആക്സലറേഷൻ കണ്ടുപിടിക്കണം, ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കണം. ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു V മൈനസ് U ബൈ T. V എന്ന് പറയുന്നത് 20 മൈനസ് 0. ടൈമും കൂടെ കൊടുത്തിട്ടുണ്ടല്ലേ? ഡിസ്പ്ലേസ്മെന്റ് S ആണ്. ടൈം ഈസിക്കൽ എത്രയാണ്? 5 മിനിറ്റ് ആണ്. 5 ഇൻറ്റു 60 ഈസിക്കൽ ടു 300 സെക്കൻഡ് വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ 300 സെക്കൻഡ് ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും? ഏകദേശം ഒരു 0.067 കിട്ടും. ഓക്കെ, ആക്സലേഷൻ എന്ന് പറയുന്നത് 0.067 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. പോയിന്റ് ഉണ്ട് കേട്ടോ, ഇത് കിട്ടും. ദെൻ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് S is equal to ut plus half at സ്ക്വയർ. ദെൻ U എന്ന് പറയുന്നത് 0 ആണ്, ആ ടൈം 0 ആയിട്ട് പോയി പ്ലസ് ഹാഫ് ഇൻറ്റു 0.067 ഇൻറ്റു 300 ഹോൾ സ്ക്വയർ. 300 ഹോൾ സ്ക്വയർ ചെയ്തു വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 3015 കിട്ടും ഡിസ്പ്ലേസ്മെന്റ്. 3015 കിട്ടും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസിയാണ്, ചെയ്ത് തന്നെ പഠിക്കാം. ദെൻ ലാസ്റ്റ് ചോദ്യം, ഈ ചാപ്റ്ററിലെ അവസാന ചോദ്യമാണ്. നമ്മൾ പഠിച്ചത് ഓൾറെഡി. അവസാന ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? An object is moving with a velocity of 20 meter per second. This object is given an acceleration of 5 meter per second square. What is the velocity when the displacement is 120 meter? അത് ഒബ്ജക്റ്റ് എത്ര വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്? അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? U is equal to 20 meter per second ആണ്. This object is given an acceleration of A is equal to 5 meter per second square. What is the velocity when the displacement? Displacement S is equal to 120 meter. Velocity, final velocity ആണ് കിട്ടേണ്ടത്, V ആണ് കിട്ടേണ്ടത്. അറിയില്ല, അറിയില്ല. നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? V square is equal to U square plus 2AS ഉപയോഗിക്കും. V square is equal to U square എന്ന് പറയുന്നത് 20 whole square plus 2 into 5 into 120. Okay,
then v square is equal to 20 whole square എന്ന് പറയുമ്പോൾ 400 പ്ലസ് 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10, 10 ഇൻറ്റു 120 എന്ന് പറയുന്നത് 1200. v square is equal to 1600. v is equal to root of 1600. ചെയ്തു വരുമ്പോൾ 40 കിട്ടും. 40 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. എനിക്ക് 40 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയാനായിട്ട്. എനിക്ക് എത്ര ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയാനായിട്ട്. നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ കംപ്ലീറ്റ് റിവിഷൻ തീർന്നു. ഓക്കെ, കംപ്ലീറ്റ് റിവിഷൻ തീർന്നു. ഇത് പറയാനുള്ള കാര്യം മറ്റൊന്നല്ല, ഇനി നമ്മൾ കാണില്ല, അതാണ് പറയാനുള്ളത്. ഇത് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ വലിയ വരേണ്ടി വരും, ഇതിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും പിടി കിട്ടിയോ? എന്താ അടുത്ത കൊല്ലം ഞാനാണെന്നോ? അടുത്ത കൊല്ലം ഞാനല്ല. പോയോ എല്ലാവരും? അടുത്ത കൊല്ലം ഞാനിനി വരാൻ പോകുന്ന കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും. അതായത് ഇനി നിങ്ങൾക്ക് മാരത്തണിന് വരാൻ പോകുന്ന നിങ്ങളുടെ മനോജ് സാറായിരിക്കും, ഞാൻ ഉണ്ടാവില്ല. നമ്മൾ തമ്മിലുള്ള അവസാന കണ്ടുമുട്ടലാണിത്. എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? യെസ്, ദാറ്റ്സ് എ ബിറ്റർ ട്രൂത്ത്. എന്താ എന്താണ് പറഞ്ഞത്? ഞാനായിരിക്കില്ല ഇനി ആള് എന്നും എന്നെ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഓഫ് കോഴ്സ് ഇനി മനോജ് സാറായിരിക്കും മാരത്തൺ എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലായി നിങ്ങള്. 10ാം ക്ലാസ്സിൽ കൊറേ കേട്ടിട്ടുണ്ട് ഇതൊക്കെ. എന്റെ പേര് പറഞ്ഞു പോന്നിക്കണ്ട. ശരാ 10ലൊക്കെ നിങ്ങൾക്ക് 10ലൊക്കെ ഞാൻ അടിപൊളി മെറ്റീരിയലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 10 ഫുൾ എ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വന്നോ, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് കയറി വരുന്ന ക്ലാസ്സുകളിൽ ഇടയ്ക്ക് ഞാൻ തലത്തിച്ച് വരും. ഓക്കെ, നിങ്ങളുടെ മാർക്കൊക്കെ നോക്കട്ടെ. നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ വരാം, മാർക്കില്ലാന്നുണ്ടെങ്കിൽ വരില്ല. ഓ ഓക്കെ, 8 മണിക്കല്ലേ? ഓക്കെ, എന്താടാ അത് ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടാവല്ലോ ഏതൊക്കെ? അതെ, ഫുൾ ചാപ്റ്റർ ആണ്. നല്ല ചാപ്റ്റർ ഉണ്ടാവും. എന്താ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മെറ്റീരിയൽ അയച്ചു തരുമോ? എന്ത് ഏതിന്റെയാണ്? കെമിസ്ട്രിയുടെ മെറ്റീരിയൽ ഫുൾ അയച്ചു തന്നിട്ടുണ്ടാവൂലോ. പറയാം, ഞാൻ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു, ഓൾ ദ ബെസ്റ്റ്. എക്സാമിനൊക്കെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കാണാം. ഓക്കെ, ടാറ്റ.